കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ 6ാം ഘട്ടമായ അശ്വമേധം 6.0 വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. ദേശീയ കുഷ്ഠരോഗ വിരുദ്ധ ദിനമായി ഇന്ന് മുതൽ ഫെബ്രുവരി 12 വരെയാണ് ക്യാമ്പയിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തുന്നത്. ദേശീയ കുഷ്ഠരോഗ വിരുദ്ധ ദിനമായ ഇന്ന് മുതൽ ഫെബ്രുവരി 12 വരെയുള്ള രണ്ടാഴ്ചക്കാലമാണ് അശ്വമേധം 6.0 എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം കുഷ്ഠരോഗ ബോധവൽക്കരണം ലക്ഷ്യമാക്കി സ്പർശ് എന്ന പേരിൽ പ്രത്യേക പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അശ്വമേധത്തിന്റെ ഭാഗമായി പരിശീലനം ലഭിച്ച ആശാപ്രവർത്തകയും ഒരു സന്നദ്ധ പ്രവർത്തകനും അടങ്ങുന്ന സംഘം ഫെബ്രുവരി 2 വരെയുള്ള ദിവസങ്ങളിൽ ഓരോ പഞ്ചായത്തിലെയും വാർഡ് അടിസ്ഥാനത്തിൽ ഭവന സന്ദർശനം നടത്തി കുഷ്ഠരോഗ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. കേരളത്തിൽ 10,000-ൽ 0.11 എന്ന നിരക്കിൽ കുഷ്ഠരോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. അശ്വമേധം ക്യാമ്പയിൻ വണ്ടമേട് പഞ്ചായത്ത് ഉദ്ഘാടനം പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി നിർവഹിച്ചു. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം നമുക്കറിയാവുന്നതാണ്, കരുണാപുരം പഞ്ചായത്തിൽ നിന്നും 2 കുഷ്ഠരോഗികൾ അവിടെ നിന്ന് വന്നു. അവർ ഹെൽത്തുകാർ അവിടെ ചെന്ന് ശുശ്രൂഷകൾ നടത്തിയെങ്കിൽ പോലും അവർക്ക് കൃത്യമായ മരുന്ന് കാരണം ഇത് മരുന്ന് കൊടുത്താൽ മാറുന്ന രോഗമാണെങ്കിൽ പോലും ഇവർ ചികിത്സയ്ക്ക് തയ്യാറല്ല. അവർ ഒരു ദിവസം മരുന്ന് വാങ്ങിച്ച് ദിവസം ഒരു കുഷ്ഠരോഗിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രാവിലെ ചെല്ലുമ്പോൾ അവരവിടെ ഇല്ല. അവർ പിന്നെ ഏത് പഞ്ചായത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടമേട് പഞ്ചായത്ത് വ്യാപകമായി നമ്മൾ തിരക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സമീപത്തുള്ള പഞ്ചായത്തിൽ അവർ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായ രീതിയിൽ പഴയ കാലഘട്ടമൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ഈ സംസ്ഥാനം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായി ഇത് പരിശോധിക്കേണ്ടതാണ്. കുറ്റടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ GP രാജൻ, സൂസൻ ജേക്കബ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉബാസ് മിറാണ്ട, ഡോക്ടർ കിഷോർ ഫർഗീൻ, PHN സിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.